ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പലവരും നേരിടുന്ന ഒരു വിഷയമാണ് പല്ല് വേദന, പല്ലിൽ പോട് എന്നത്. എന്നാൽ ആ വിഷയത്തിൽ നിന്നും എങ്ങനെ പരമാവധി മോചനം നേടാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ നമ്മൾ സുഖമായി ആഹാരവും കഴിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് നമ്മൾ പല്ല് വാഷ് ചെയ്യുന്നു. എന്നാൽ ചിലരുണ്ട് 3 നേരം ഫുഡ് കഴിക്കും, 3 നേരവും പല്ല് വാഷ് ചെയ്യും. എന്നാൽ ചിലർ 2 നേരം പല്ല് വാഷ് ചെയ്യും, ഒന്ന് കാലത്തും വൈകിട്ടും. എന്നാൽ ചിലരാണെങ്കിൽ കാലത്ത് മാത്രം പല്ല് വാഷ് ചെയ്യും, വൈകുന്നേരമാകുമ്പോൾ സുഖമായി ഫുഡും കഴിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് പല്ല് വാഷ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് നമ്മുടെ പല്ലിൻ്റെ പല ഭാഗങ്ങളിലായി ഇരിക്കുകയും അതിൽ നിന്നും അണുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ആ അണുക്കൾ നമ്മുടെ പല്ലിൻ്റെ ഭാഗങ്ങൾ തുരന്നുകൊണ്ട് പോകുകയും ചെയ്യുന്നു. അങ്ങനെ ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ നമ്മുടെ പല്ല് ഒരു പോടായി മാറുന്നു. അങ്ങനെ പോടാകുമ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇന്ന് ഇപ്പോൾ തുരന്ന പുഴു നാളെ നേരം വെളുത്ത് നമ്മൾ പല്ല് വാഷ് ചെയ്യുമ്പോൾ മരണപ്പെട്ടു പോകും. അങ്ങനെ ഓരോ ദിവസവും ഇതിൽ നിന്നും അണുക്കൾ ഉൽപ്പാദിപ്പിച്ച് ആ പുഴുക്കളെല്ലാം തുരന്ന് ആഴ്ചകൾ കഴിയുമ്പോൾ ചെറിയൊരു ഹോളായി മാറും. അങ്ങനെ ആ ഹോളിനുള്ളിൽ പുഴുക്കൾ കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പുഴുക്കൾ ഒരിക്കലും നമ്മൾ പല്ല് വാഷ് ചെയ്യുമ്പോൾ ചാകുന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും തുരന്ന് കയറിക്കൊണ്ട് അതിൻ്റെ ഉൽപാദനങ്ങൾ കൂടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഉൽപ്പാദിപ്പിച്ച പുഴുക്കളെല്ലാം കൂടി നമ്മുടെ പല്ല് പെട്ടെന്ന് തന്നെ തുറന്ന് നമ്മുടെ പല്ലിൻ്റെ ആണിവേരെന്ന ഇടത്തേക്ക് എത്തി അതിലേക്ക് കടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വേദന എന്നുള്ളത്. ആ വേദന വരുന്നത് നമ്മുടെ പല്ല് ദശയും ചേർന്ന് നിൽക്കുന്ന ആ ദശയിലേക്ക് ഈ പുഴു കടിക്കുമ്പോഴാണ് നമ്മൾക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പോഴേക്കും പല്ലിൻ്റെ പരമാവധി ഭാഗങ്ങളെല്ലാം തുരന്നുകൊണ്ട് ഉള്ളിലേക്ക് എത്തി പല്ല് പോടായി മാറി. അങ്ങനെ പോടായി മാറിയതിന് ശേഷം ഈ ഒരു ആണിവേരെന്ന് പറയുന്ന നമ്മുടെ ദശയും പല്ലും കൂടി ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് കടിക്കുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അങ്ങനെ ഡോക്ടറെ പോയി കാണിക്കുന്നു. ഡോക്ടർ പറയുന്നു പല്ലില് പോടുണ്ട് എന്നും. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുന്നത് നമ്മൾ ആഹാരം കഴിച്ച് പല്ല് വൈകുന്നേരമാകുമ്പോൾ വാഷ് ചെയ്യാത്തത് കൊണ്ടാണ് കൂടുതലും വരുന്നത്. അതിനാൽ നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ആഹാരം കഴിച്ചതിന് ശേഷം വൃത്തിയായി പല്ല് വാഷ് ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിന്നും പരമാവധി മോചനം കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം കാലത്ത് മുതൽ വൈകുന്നേരം വരെയും നമ്മൾ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു. വൈകുന്നേരം നമ്മൾ പല്ല് വാഷ് ചെയ്യാതെ കിടന്നുറങ്ങുന്നു. അങ്ങനെയാണ് അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ അണുക്കളാണ് നമ്മുടെ പല്ലിൻ്റെ പല ഭാഗങ്ങളായി തുരന്ന് നമ്മുടെ പല്ലിന് പോടുണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പരമാവധി പല്ല് വാഷ് ചെയ്ത് വൃത്തിയായി കിടന്നുറങ്ങുവാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ പല്ലിലെ പോടും പല്ലുവേദനയും പരമാവധി ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.